എവ്രിവൺ. ഇന്ന് നമ്മൾ കെമിസ്ട്രീൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൊപ്പൈൻ മോളിക്യൂൾ ഇസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. അതാണ് നമ്മളുടെ ചോദ്യം. അപ്പം ആദ്യം നിങ്ങൾ ഈ തന്നിരിക്കുന്ന പ്രൊപ്പൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, ആ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്തായിരിക്കും വരിക? പ്രൊപ്പൈൻ എന്നാണ്, YN-ലാണ് അവസാനിക്കുന്നത്. അപ്പം അതിനകത്ത് എത്ര ബോണ്ട്സ് ഉണ്ടാവും അത് നിങ്ങൾ ആദ്യം പറയാം. ഇപ്പോൾ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബോണ്ട്, പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്, പ്രൊപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണ് അല്ലേ? ട്രിപ്പിൾ ബോണ്ടാണ്. YN-ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതെന്ന് മനസ്സിലാവാം. ഇനി അതിൻ്റെ അകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? പ്രോപ്പ് എന്ന് പറയുന്ന സഫിക്സ് വരാണെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 3 കാർബൺ ആറ്റമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൊപ്പൈൻ എന്ന് പറയുന്ന മോളിക്യൂൾ. ആ പ്രൊപ്പൈൻ എന്ന് പറയുന്ന മോളിക്യൂള് 2 ഹൈഡ്രജൻ ആറ്റത്തോടാണ് അല്ലേ? 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്, 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും? 2 × 2 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. 4 എണ്ണമാണ് ഉണ്ടാവുക. ഓക്കെ, 4 ആറ്റംസ് ആണ് ഇതിൻ്റെ കൂടെ ആഡ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 4 ആറ്റംസ് എങ്ങോട്ടേക്കാണ് പോവാന്ന്. ഇവിടെ ഓൾറെഡി നമുക്ക് കണ്ടാൽ അറിയാം, CH3 കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പം ഒരു കാർബൺ 3 ഹൈഡ്രജനായിട്ടും അടുത്ത കാർബണായിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇതേപോലെ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആണ് അല്ലേ? ഈ കാർബണിന് ചുറ്റും 4 ഓൾറെഡി ആയി. ഇനി ബാക്കിയുള്ള അടുത്ത് ഈ കാർബണിൻ്റെ മുകളിൽ എത്ര ഹൈഡ്രജൻ ആറ്റം വരും നമുക്ക് നോക്കാം. അപ്പോൾ 4 ഹൈഡ്രജൻ വരുമ്പം ഇവിടെ നമുക്ക് കണ്ടറിയാം ഈ 3 ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആവും. എന്നിട്ട് അവിടെ ഒരു സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുതരാം. അപ്പം ഈ കാർബണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബൺ അടുത്ത കാർബണായിട്ടൊരു ബോണ്ടായി, അടുത്ത ഒരു ഹൈഡ്രജനായിട്ടും ബോണ്ടായി. ഇനി ഇതിന് 2 വാലൻസി ബാക്കിയുണ്ട് അല്ലേ? അപ്പം ഇവിടെ ഇങ്ങനെ നമ്മളിപ്പം ആഡ് ചെയ്ത 2 ഹൈഡ്രജൻ ഇവിടെ കൂടിച്ചേർന്ന്, ശരിയല്ലേ? അപ്പം ഈ ഓൾറെഡി ഈ CH ഈ H ആണ് ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിവിടെ 4 ഹൈഡ്രജൻ ആറ്റത്തിൽ 2 എണ്ണം ഇവിടെ കൂടി. ഇനിയും നമ്മളെടുത്ത് 2 ഹൈഡ്രജൻ ആറ്റം ബാക്കിയുണ്ട്. അപ്പോൾ ആ 2 ഹൈഡ്രജൻ എവിടെയാണ് പോകാൻ നോക്കാം. ഈ കാർബണിൻ്റെ 4 വാലൻസിൽ 1 2 ഇവിടെ ഉണ്ട്. ഇനി അതിന് 2 വാലൻസിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 3ാമത്തെ ഹൈഡ്രജൻ ഇവിടെയും പോയി, 4ാമത്തെ ഹൈഡ്രജൻ ഇവിടെയും വന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറായി മാറുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറായി മാറുമ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താ വരിക? 3 കാർബണും ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 സൈഡിൽ 3 6, പിന്നെ 2 ഹൈഡ്രജൻ C3H ആയിട്ടായി. അപ്പോൾ ഇതിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല. ഇപ്പോൾ ഇത് സിംഗിൾ ബോണ്ടഡ് ആൽക്കെയിനായി മാറി. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്തായി? 3 കാർബണാണ് വരുന്നത്. അപ്പോൾ പ്രോപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ സഫിക്സ് എന്താവും? പ്രിഫിക്സ് പ്രോപ്പ് ആണെങ്കിൽ സഫിക്സോടെ ANE, പ്രൊപ്പെയിൻ അല്ലേ? പ്രൊപ്പെയിൻ ആയിട്ട് മാറി. ഇനി ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? ഇത് നമ്മൾ എഡിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എഡിഷൻ റിയാക്ഷൻ, ഹൈഡ്രജൻ ആഡായി, ഇതിനെ എഡിഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ചോദിച്ചിട്ടില്ല. നമ്മളുടെ ആകെ ചോദിച്ചത് കെമിക്കൽ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ IUPAC നെയിം ഏതാണ്. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി, പ്രൊപ്പെയിൻ ആണ് ആ IUPAC നെയിം പ്രൊഡക്റ്റിൻ്റെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈത്തേൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഈത്തേൻ ആണ്. ഈത്തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടുള്ള കാർബൺ കോമ്പൗണ്ടാണ്. അപ്പം ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈത്ത് എന്ന് പറയുമ്പം എത്ര കാർബൺ ആറ്റംസ് ഉണ്ടാവും? 2 കാർബൺ ആറ്റംസ് ഉണ്ടാവും. അപ്പം ഒരു ഈത്തേൻ റിയാക്ട് ചെയ്യുന്നത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനായിട്ടാണ്. അപ്പോൾ ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡയാറ്റോമിക് ആണ്, Cl2 എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, Cl2.
ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ ഒരു ക്ലോറിൻ ഈ കാർബണിൻ്റെ മുകളിലുള്ള ഹൈഡ്രജനെ പുറത്താക്കി അതിൻ്റെ പ്ലേസിൽ കയറും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക CH3 CH2 Cl എന്നാണ്. ഓക്കെ, CH3 CH2 Cl ആയി മാറിയത് CH3 CH2 Cl. പിന്നെ അവിടുന്ന് പുറത്തേക്ക് വന്ന ഒരു ഹൈഡ്രജനും ഇവിടെ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ടല്ലോ, ആ ഒരു ക്ലോറിനും കൂടി ചേർന്നിട്ട് എന്തായി മാറും? HCl ആയിട്ട് മാറും. ഓക്കെ, HCl ആയി മാറി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാൽ ഒരു ഹൈഡ്രജനെ പുറത്താക്കി അതിൻ്റെ പ്ലേസിൽ ആര് കയറി? ക്ലോറിൻ കയറി. എന്നിട്ട് പുറത്തേക്ക് വന്ന ഹൈഡ്രജനും ക്ലോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആറ്റമും കൂടി ചേർന്നിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡായിട്ട് മാറി. ഇപ്പോൾ ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ശരിക്കും ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും, പുറത്താക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി ഇതിൻ്റെ പേരെന്താണ്? IUPAC നെയിം. ഒരു ക്ലോറിൻ 2 കാർബൺ ആറ്റത്തിൻ്റെ കൂടെയാണ് കൂടിച്ചേർന്നത്. അപ്പോൾ 2 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ഈത്താണ്, സിംഗിൾ ബോണ്ടിൻ്റെ ഈഥേനായി. എപ്പോഴും നമ്മൾ ആ സബ് ഗ്രൂപ്പിൻ്റെ പേര് എഴുതണം. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഏത് ഗ്രൂപ്പാണോ വന്ന് ചേർന്നത്, ഈഥേൻ ഗ്രൂപ്പിൻ്റെ കൂടെ അതിൻ്റെ പേര്, ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറോ എന്ന് എഴുതും. 2 കാർബണാണ് വരുന്നതുകൊണ്ട് ക്ലോറോ ഈഥേൻ. ഓക്കെ, ഇതിൻ്റെ IUPAC നെയിം എന്താണ്? ക്ലോറോ ഈഥേൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, ഒരു സിങ്ക് റോഡ് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പം എന്ത് മാറ്റങ്ങളാണ് സിങ്ക് റോഡിൻ്റെ മുകളിൽ സംഭവിക്കുക എന്നാണ് അവിടെ ചോദ്യം. എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? അപ്പോൾ ആ മാറ്റം നമുക്ക് താഴെ വരെ ചോദിച്ചിട്ടുണ്ട്. ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് മങ്ങൽ വരും, കളർ മങ്ങിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതുള്ളത്? ഓക്കെ, അതിൻ്റെ റീസൺ എന്താണ്? അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ് ഇവിടെ കാണിച്ചു തരാം. അപ്പം സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ്, നമുക്കറിയുന്നൊരു കാര്യമാണ്. ഈ സിങ്ക് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കാട്ടിയും റിയാക്ടിവിറ്റി സീരിയൽ തുടക്കത്തിലാണ് വരുന്നത് അല്ലേ? അതായത് സിങ്ക് കോപ്പറിൻ്റെ കാട്ടിയും റിയാക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ്, അതിനെക്കാട്ടും കുറഞ്ഞ റിയാക്ടിവിറ്റി ഉള്ളൊരു സബ്സ്റ്റൻസിന് എന്ത് ചെയ്യും? അതിൻ്റെ പ്ലേസിൽ നിന്ന് പിടിച്ച് മാറ്റി ആ സ്ഥലം ഇത് എടുക്കും, ഓക്യുപ്പൈ ചെയ്യും. അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സിങ്ക് കോപ്പറിനെ അതിൻ്റെ പ്ലേസിന് മാറ്റി സിങ്ക് അവിടെ കയറും. അപ്പോൾ ഇത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനായിട്ട് മാറും, കോപ്പർ അയോൺസായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, കോപ്പർ അയോൺസായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കോപ്പർ സൾഫേറ്റിൽ കോപ്പറിൻ്റെ പ്രസൻസാണ് ആ സൊല്യൂഷൻ എന്ത് കളർ തരുന്നത്? ബ്ലൂ കളർ തരുന്നത്. ഈ ബ്ലൂ കളറുള്ളതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിൻ്റെ ആ കളറോടെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കോപ്പർ സൾഫേറ്റിൻ്റെ അകത്തുനിന്ന് ഈ സിങ്ക് അതിനെ പുറത്താക്കുന്നതുകൊണ്ട് ആ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സാവധാനം ഇല്ലാതാവും, മങ്ങി വരും. കാരണം സിങ്ക് സൾഫേറ്റ് എന്താ? ഒരു കളർലെസ് സൊല്യൂഷനാണ് വരിക. കുറച്ചൊരു മങ്ങിയത്, കളർലെസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മങ്ങിയ ഇതായിരിക്കും, കളർലെസ് ആയി മാറും. നമ്മൾ അത്രയും റിയാക്ടിവിറ്റിയാണ്, കളർലെസ് ആയിട്ട് മാറും. പക്ഷേ ഇവിടെ ഫെയ്ഡായി മാറുമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ബ്ലൂ കളർ പോയി അത് ഏകദേശം ഒരു ഡാർക്ക് കട്ടിയുള്ളതല്ല, ഒരു കളർലെസ് സൊല്യൂഷൻ പോലെയായി മാറും. അതിന് കാരണം എന്താ വെച്ചാൽ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂവിന് കാരണം കോപ്പറിൻ്റെ പ്രസൻസ് ആണ്. അത് മെല്ലെ സിങ്ക് അവിടെ കയറുമ്പം ആ കളർ ഫെയ്ഡായിട്ട് വരും. ഇനി ഈ കോപ്പർ പോകുന്നത് എവിടെയായിരിക്കും? ഈ കോപ്പർ പോയിട്ട് സിങ്ക് റോഡിൻ്റെ മുകളിൽ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, അപ്പം ആ ഇതിൻ്റെ മുകളിൽ കോപ്പറിൻ്റെ ഒരു ബ്രൗണിഷ് കളർ സിങ്ക് റോഡിൻ്റെ മുകളിൽ വരുന്നത് നമുക്ക് കാണാം. ഒരു ബ്രൗണിഷ് കളർ സിങ്ക് റോഡിൻ്റെ മുകളിൽ വരുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. റെഡിഷ് ബ്രൗൺ ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ ഫോംസ് ഓൺ ദ സിങ്ക് റോഡ്. ബ്ലൂ കളർ ഫെയ്ഡ്സ് ബിക്കോസ് ഓഫ് കോപ്പർ അയോൺസ് ആർ ഡിസ്പ്ലേസ്ഡ് ബൈ സിങ്ക്. ആ റിയാക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയും. ഡിസ്പ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ സ്ഥലത്ത് നിന്ന് മാറ്റുക. എന്നിട്ട് കളർലെസ് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നതുകൊണ്ട് ആ കളർ ഫെയ്ഡ് ആവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എട്ടാമത്തത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഗ്രാഫ് ബിലോ. അപ്പോൾ ഇവിടെ ഗ്രാഫിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ടെമ്പറേച്ചറും അതേപോലെ വോളിയമും രണ്ട് പേരുടെയും റിലേഷൻ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു വ്യത്യാസമില്ല. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. വോളിയം ഇവിടെ ഇൻക്രീസ് ചെയ്ത് വരും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ വിച്ച് ഗ്യാസ് ലോ ഇസ് ദിസ് ഗ്രാഫ് റിലേറ്റഡ് ടു. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ആൻഡ് ടെമ്പറേച്ചർ റിലേറ്റഡ് എന്ന് പറയുന്ന ലോ ഏതാ? ലോ, ആ ലോനെ നമ്മൾ എന്താ പറയുക? ആ ലോ ചാൾസ് ലോ ആണ്. ഓക്കെ, അത് നമ്മൾ ചാൾസ് ലോ എന്ന് പറയും. ചാൾസ് ലോ ആണ് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞത്. ഓക്കെ, ചാൾസ് ലോ ആണ് അതിന് കാരണം. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഇസ് 150 ലിറ്റർ അറ്റ് 300 കെൽവിൻ, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് അറ്റ് 600 കെൽവിൻ? അപ്പോൾ ചാൾസ് ലോൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്? ചാൾസ് ലോൻ്റെ ഇക്വേഷൻ V1/T1 ഇസ് ഈക്വൽ ടു V2/T2 എന്നാണ് വരുന്നത്. അപ്പോൾ V1 150 ലിറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ T1 300 കെൽവിനാണ്, ഇസ് ഈക്വൽ ടു V2 നമുക്ക് കണ്ടുപിടിക്കണം, T2 600 കെൽവിനാണ്. അപ്പം ഇവിടെ വോളിയം ഓഫ് V2 ഇസ് ഈക്വൽ ടു നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 150 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 300 എന്നായി. അപ്പോൾ ഇവിടെ 2 സീറോസ് കട്ട് ചെയ്താൽ 315ൽ 5 ടൈംസ് ഒരു സീറോ മുകളിൽ എഴുതി 15 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് വോളിയം 300 ലിറ്റേഴ്സ് എന്ന് വന്നു. ഓക്കെ, V2 ഇസ് ഈക്വൽ ടു 300 ലിറ്റേഴ്സ്. ക്ലിയർ ആയല്ലോ? ഇനി അതിൽ തന്നെ ക്വസ്റ്റ്യൻ ബി. 10 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് എക്സ് മോളിക്യൂൾസ്. അപ്പോൾ 10 ലിറ്റർ ഓക്സിജൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് എക്സ് മോളിക്യൂൾസ് ഉണ്ട്. X molecules ഉണ്ട്. Answer the questions related to other gas samples at the same temperature and pressure. How many molecules are there in 5 liter of hydrogen under the same conditions? അപ്പം 10 ലിറ്റർ ഓക്സിജൻ കോൺസ്റ്റൻറ്റ് ടെമ്പറിൽ എക്സ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മൾ അവിടെ ആദ്യം ചെയ്യേണ്ടത് 1 ലിറ്ററിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവുന്നതാണ്. നമ്മളെങ്ങനെയാണ് ചെയ്യുക? 10 ലിറ്ററിൽ എക്സ് ആണെങ്കിൽ 1 ലിറ്ററിൽ x/10. ഓക്കെ, 1 ലിറ്റർ ആക്കുമ്പം ഈ 10 നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുക? ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ 10 ഇൻറ്റു എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ 10 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷനിലേക്ക് പോകും. ഇവിടെ 10 മാറ്റം ഇവിടെ 1 ആക്കുമ്പം x/10 മോളിക്യൂൾസ് ആയിരിക്കും 1 ലിറ്ററിൽ. ഓക്കെ, 1 ലിറ്റർ അത്ര ആയിരിക്കും വരിക. നമ്മുടെ ചോദിച്ചത് എത്രയാണ്? 5 ലിറ്റേഴ്സിൽ എത്ര എണ്ണം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ 5 ലിറ്റേഴ്സിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നാൽ മതി 5 ഇൻറ്റു 1 ലിറ്ററിൻ്റെ വാല്യൂ 5 ഇൻറ്റു x/10 ചെയ്താൽ മതി. അപ്പം എളുപ്പവഴി എന്താ വെച്ചാൽ ഈ 5 10ൽ 2 പ്രാവശ്യം പോവും. അപ്പം 1 ലിറ്റർ എത്ര ഉണ്ടാവും? x/2 മോളിക്യൂൾസ് ഉണ്ടാവും. x/2 മോളിക്യൂൾസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ചെയ്യേണ്ട മനസ്സിലായാലും എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് എത്രയിൽ എത്രയാണോ തന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 1 ലിറ്ററിലേക്ക് മാറ്റുക. 1 ലിറ്ററിൽ മാറ്റുമ്പം ഇപ്പുറത്ത് തന്ന വാല്യൂ എന്ത് ചെയ്യുക? ഇതിൻ്റെ താഴേക്ക് മാറ്റുക. അപ്പം അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇനി വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 3x മോളിക്യൂൾസിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പം അതിൽ നമുക്ക് എക്സ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആദ്യം നമുക്ക് തന്ന വേണമെങ്കിൽ നോട്ട് ചെയ്യാം. 3xൽ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 3x മോളിക്യൂൾസിൽ എത്ര ഉണ്ടാവും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, 3x മോളിക്യൂൾസിൽ എത്ര ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് വിചാരിക്കാം ഇഫ് എക്സ് മോളിക്യൂൾസ് ഹാവ് എക്സ് മോളിക്യൂൾസ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പം അതിനകത്ത് 10 ലിറ്റർ നമുക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് 10 ലിറ്റർ ഓഫ് ഓക്സിജൻ ഉള്ളത്. ഇഫ് എക്സ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് 10 ലിറ്റർ ഓക്സിജൻ. ഓക്കെ, 10 ലിറ്റർ ഓക്സിജനാണ് വിചാരിക്കുക. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ അകത്ത് എത്ര ഉണ്ടാവും? ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 10/x ലിറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, 10/x ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ ഉണ്ടാവും. 10/x. നമ്മുടെ അടുത്ത് ചോദിച്ചത് എത്രയാണ്?
നമ്മുടെ ചോദിച്ചത് 5 ലിറ്റേഴ്സ് വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾ. 5 ലിറ്റേഴ്സ് അല്ല, 3x മോളിക്യൂൾസിനകത്ത്. അപ്പോൾ 3x മോളിക്യൂൾസിൻ്റെ അകത്ത് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3x ഇൻറ്റു 10/x. അപ്പോൾ ഈ എക്സും അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുണ്ടാവും എത്രയാണ്? 30. അപ്പോൾ 30 ലിറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, 30 ലിറ്റേഴ്സ്. അപ്പം 3x മോളിക്യൂൾസ് 3 ഇൻറ്റു എക്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ വോളിയം എത്ര? 30 ലിറ്ററായി. കാരണം ഒന്നിൽ 10 ആണെങ്കിൽ 3x 30, എക്സ് മോളിക്യൂൾസിൽ 10 ആണ്. അപ്പോൾ 3x മോളിക്യൂൾസിലോ 30, ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ്. Ionization enthalpy of X block elements are lower than that of P block elements. What is ionization enthalpy? Enthalpy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എല്ലാ അധികം മെറ്റൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ്. ആ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത എന്താ? വാലൻസ് ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. അത് നമുക്ക് പുറത്താക്കി കഴിഞ്ഞാൽ ആ എലമെൻറ്റ് സ്റ്റേബിൾ ആവും. അപ്പോൾ ആ പുറത്തുള്ള ലൂസ്ലി ബൗണ്ട് വാലൻസ് ഇലക്ട്രോണിനെ പുറത്താക്കാൻ നമ്മൾ എത്ര എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്യണോ അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? എൻതാൽപ്പി എന്ന് പറയുന്നത്. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാസിയസ് ആറ്റം ഓഫ് ദ എലമെൻറ്റ്. അതിൻ്റെ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വാലൻസ് ഇലക്ട്രോൺസിന് നമുക്ക് എത്ര എനർജി കൊടുത്താൽ അത് പോവും, പുറത്തേക്ക് പോവും. ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്താ പറയുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി വിച്ച് എലമെൻറ്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ഹാസ് ദ ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി? സെക്കൻഡ് പീരീഡിൽ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് ഏതാണ്? അപ്പം അയോണൈസേഷൻ എൻതാൽപ്പി കൂടുന്നതനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ എനർജി ഹീറ്റായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിൽ നമ്മൾ സപ്ലൈ ചെയ്യണം, കൊടുക്കണം. കാരണം ആ ഇലക്ട്രോൺ അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് ടൈറ്റ്ലി ബൗണ്ടാണ്, എളുപ്പം പുറത്തേക്ക് വരില്ല അല്ലേ? കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ അത് പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ അത് ഏത് എലമെൻറ്റാണ് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് പീരീഡിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അയൺ, നിയോൺ. ഈ നിയോൺ എന്ന് പറയുന്നൊരു ഇനേർട്ട് ഗ്യാസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഷെല്ലുണ്ടല്ലോ കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അത് ഇനേർട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വെരി സ്റ്റേബിളാണ്, ഡിഫിക്കൾട്ടാണ്, എളുപ്പം അത് ഇലക്ട്രോൺ വിട്ട് കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? ഹയസ്റ്റ് അയോണൈസേഷൻ ഉള്ളത് ഇതിൽ നിയോണാണ് സെക്കൻഡ് പീരീഡിൽ. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്കിവിടെ ഇൻകംപ്ലീറ്റ് ഇക്വേഷൻസ് ആണ് തന്നത് സിങ്ക് കോഴ്സിൻ്റെ. അപ്പോൾ ആദ്യത്തെ കേസിൽ സിങ്ക് കാർബണേറ്റ്, ഇവിടെ സിങ്ക് കാർബണേറ്റും ആ സിങ്ക് കാർബൺ നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഗ്യാസാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ഇവിടെ എത്ര ഓക്സിജൻ ബാക്കിയുണ്ട് നോക്കുക, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ടായിരുന്നു നോക്കാം. ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? സിങ്ക് ഉണ്ട്. ആ സിങ്ക് നമ്മൾ ആദ്യം എഴുതി വെക്കാം. ഓക്കെ, സിങ്ക് അങ്ങോട്ട് എഴുതി വെച്ചു. ഇനി ഇവിടെ 3 ഓക്സിജൻ ഉണ്ടായിരുന്നു, ഇവിടെ 2 ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ ഇനി എത്ര ഓക്സിജൻ ബാക്കിയുണ്ട്? 1 ഓക്സിജൻ. അപ്പോൾ ഈ എക്സ് എന്താ? ഇവിടെ സിങ്ക് ഓക്സൈഡാണ്. ഓക്കെ, ഇനി ഇതേപോലെ സിങ്ക് സൾഫൈഡും ഓക്സിജനും, ഇവിടെ സൾഫറും പോയി ഓക്സിജനും ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്തായിരിക്കും? നമുക്കവിടെ സിങ്ക് സൾഫൈഡും അല്ലേ ഓക്സിജനും ഉള്ളത്. അപ്പോൾ അവിടെ ബാക്കിയുള്ളത് സിങ്ക്. അപ്പോൾ ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ നമുക്ക് രണ്ടുപേരെയും കിട്ടി. ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? ഓർസിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, അപ്പം സിങ്ക് കാർബണേറ്റ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് കാൽസിനേഷൻ നടന്നിട്ട് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ സിങ്ക് സൾഫൈഡ് ഇത് ബാലൻസ്ഡ് അല്ല ഇക്വേഷൻ, അതുകൊണ്ടാണ് നമ്മൾക്കിവിടെ സിങ്ക് എഴുതേണ്ടി വരുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ആക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയ വ്യത്യാസം വരും. ഇവിടെ നമുക്ക് കിട്ടുക എന്താണ്? സിങ്ക് ഓക്സൈഡാണ്. അപ്പോൾ ഇതിന് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സിങ്ക് സൾഫൈഡ് പ്ലസ് ഓക്സിജൻ, ഇവിടെ 3 ഓക്സിജൻ വരുന്നുണ്ട് അല്ലേ? ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കണം. ഇവിടെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ സിങ്ക് സൾഫൈഡ് മാറ്റുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്, ഞാനിവിടെ 2 എന്നിടാം. ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ SO2 4 ഓക്സിജൻ ആറ്റം വരുന്നുണ്ട്. അപ്പം 4 ഓക്സിജൻ ആക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഇടുമ്പം സിങ്കിൻ്റെ നമ്പറിൽ വ്യത്യാസം വന്ന് അല്ലേ? സിങ്കിൻ്റെ നമ്പറിൽ വ്യത്യാസം വന്ന്.
അപ്പോൾ ഇവിടെയും കൂടി 2 ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും നോക്കാം. അപ്പോൾ ഇവിടെ 2 ഇട്ട് കഴിയുമ്പം സിങ്കും ബാലൻസ്ഡായി, ഓക്സിജൻ ബാലൻസായി. പക്ഷേ സൾഫറിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഇവിടെയും കൂടി ഞാൻ 2 ഇട്ട് കൊടുക്കുമ്പം സൾഫർ 2 ആയി, ഓക്സിജൻ 2 × 2 4 ആയി. 4 + 2 6 ഓക്സിജൻ വരുമ്പോൾ അപ്പോൾ നമ്മളിവിടെ കറക്ഷൻ ചെയ്തിട്ട് എന്താക്കണം, ഇവിടെ 3 ഇട്ട് കൊടുക്കുക. ഇപ്പം ബാലൻസ്ഡായി. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നു. ഇപ്പോഴാണ് നമ്മളുടെ കാര്യം ശരിയായത്. ഇവിടെ സിങ്ക് ഓക്സൈഡും ആണ് വരേണ്ടിയിരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല തന്നത്, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ അവിടെ സിങ്ക് എഴുതിയത്. അപ്പം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ഇതിൻ്റെ കേസിൽ പഠിച്ചിരുന്നു. കാൽസിനേഷൻ, റോസ്റ്റിംഗ് ഒക്കെ അയൺ ഓറിൻ്റെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിൽ പഠിച്ചിരുന്നു. അപ്പം ചില കേസിൽ ഇപ്പോൾ ഓറ് കാർബണേറ്റ് ഓറാണെങ്കിൽ അവിടെ നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് യൂസ് ചെയ്യേണ്ടത്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എയർ വളരെ കുറച്ചിട്ടോ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് എയറിലോ നമ്മൾ ചൂടാക്കുന്ന പ്രോസസ്സിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാൽസിനേഷൻ എളുപ്പത്തിൽ എങ്ങനെ ഓർമ്മിക്കുക, കാൽസിനേഷൻ ആബ്സെൻസ് ഓഫ് എയർ, CA. ഓക്കെ, കാൽസിനേഷൻ ആബ്സെൻസ് ഓഫ് എയർ. ഇനി അടുത്ത എന്താ, റോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ എക്സസ് എയർ, വളരെ കൂടുതൽ എയർ വെച്ചിട്ട് നമ്മൾ ഓറിനെ ചൂടാക്കുക. രണ്ട് സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, സിങ്ക് ഓക്സൈഡ് തന്നെയാണ് അല്ലേ. അപ്പം ഒന്ന് എക്സസ് ഓഫ് എയറും മറ്റേത് ആബ്സെൻസ് ഓർ ലെസ് എമൗണ്ട് ഓഫ് എയർ ആണ്. ഇപ്പോൾ ഇവിടെ റോസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സസ് ഓഫ് എയർ, RE, റോസ്റ്റിംഗ് എക്സസ് ഓഫ് എയർ, കൂടുതൽ എയർ വെച്ചിട്ട് അതിനെ ഓറിനെ ചൂടാക്കുക. റോസ്റ്റിങ്ങിൽ വളരെ കൂടുതൽ എയർ വേണം. ഓക്കെ, ഇതാണ് കാൽസിനേഷൻ റോസ്റ്റിംഗ് തമ്മിൽ വ്യത്യാസം. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പം ഹീറ്റിംഗ് ദ ഓർ ഇൻ ആബ്സെൻസ് ഓർ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ആണ് എന്ത്, കാൽസിനേഷൻ. റോസ്റ്റിംഗോ, ഓറിനെ നമ്മൾ എക്സസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്നത് റോസ്റ്റിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞു കാർബണേറ്റ് ഓർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസിനേഷൻ, സൾഫൈഡ് ഓർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ, റോസ്റ്റിംഗ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു ബൈ പ്രോഡക്റ്റ് എങ്കിൽ ഇവിടെ സൾഫർ ഡൈ ഓക്സൈഡാണ് ബൈ പ്രോഡക്റ്റ്. അപ്പം വാട്ട് ഈസ് കാൽസിനേഷൻ, ആൻസർ ഇതാണ്, ഈസ് ഹീറ്റിംഗ് ആൻ ഓർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ വൈൽ റോസ്റ്റിംഗ് ഈസ് ഹീറ്റിംഗ് ആൻ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് എയർ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, CH2, CH2, CH3, ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. നമ്മളടുത്ത് ചോദിച്ചത് ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന്. എപ്പോഴും നമ്മൾ മെയിൻ ചെയിൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്ന ഏതാണോ അതാണ് മെയിൻ ചെയിനായിട്ട് എടുക്കേണ്ടത്. അപ്പം ഇവിടുന്ന് നമ്പർ കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കാം. 1, 2, 3 ഇങ്ങനെ എടുക്കാൻ 4ഉം 5 ആണ് വരുന്നത് അല്ലേ. അപ്പം ഇവിടെ 5 ഇങ്ങനെ എടുക്കാൻ 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ഇനി മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് 4th കാർബൺ ആറ്റം, 5th കാർബൺ ആറ്റം, 6th കാർബൺ ആറ്റം. കണ്ടോ, ഇങ്ങനെ നമ്മൾ വളഞ്ഞങ്ങോട്ട് എടുത്തപ്പം 6 കാർബൺ ആറ്റം മെയിൻ ചെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ 6 കാർബൺ ആറ്റംസ് ആണ് മെയിൻ ചെയിനിൽ വരുന്നത്. അത് കിട്ടി. ഇനി ഇതിൻ്റെ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരാണ് ചോദിച്ചത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ നമ്പർ ചെയ്യുമ്പം ഇതാണ് നമ്മളുടെ ബ്രാഞ്ച് വരുന്നത് അല്ലേ, ഇതാണ് നമ്മളുടെ ബ്രാഞ്ച്. ആ ബ്രാഞ്ച് ചെയ്യുന്ന കാർബണിൻ്റെ ഇവിടെ മുന്നേ ഉള്ള കാർബൺ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ലോവസ്റ്റ് നമ്പർ വരണം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കൗണ്ട് ചെയ്തപ്പം 3rd കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ. ഇനി നേരെ ഇവിടുന്ന് അങ്ങോട്ട് കൗണ്ട് ചെയ്തൂടെ, ഇവിടെ നമ്മൾ നമ്പർ ഇടുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6. അപ്പം റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പം 4ാമത്തെ കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ എവിടെ നിന്നാണ്, ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരിൽ 3 ആണ് വരേണ്ടത്. ഓക്കെ, 3rd കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഇവിടെ എന്ത് വരുന്നത്, ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 കാർബൺ ആറ്റം, 6 കാർബൺ ആറ്റാണ് വരുന്നത്. നിങ്ങളുടെ ചോദിച്ചെന്താ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇതിൻ്റെ IUPAC നെയിം ചോദിച്ചിട്ടില്ല, ബ്രാഞ്ചിങ് ഏതാ ഗ്രൂപ്പ് എന്നാണ്. CH2, CH3 2 കാർബൺ ആറ്റം വരുമ്പം നമ്മളവിടെ എന്താ കൊടുക്കേണ്ടത്, ഈത്താണ് പ്രിഫിക്സ് കൊടുക്കേണ്ടത്. പിന്നെ സിംഗിൾ ബോണ്ടാണ്. അപ്പം ഈഥൈൽ ഗ്രൂപ്പ് എന്നാണ് ഇതിന് പറയാം. ഈഥൈൽ, ETHYL, ഈഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ചിങ്ങിൽ വരുന്നത്. ഓക്കെ, IUPAC നെയിം എന്തായിരിക്കും, ഇതിൻ്റെ 6 ആണ് വരുന്നത് അല്ലേ, 6 ആണ് വരുന്നത്. അതും കൂടി ഞാൻ എഴുതി
തരാം, ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ. ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പം മൂന്നാമത്തെ കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഏത് കാർബണിൻ്റെ മുകളിലാണോ നെയിം എഴുതുക, ഏത് ഗ്രൂപ്പാണോ അതും എഴുതുക. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 6 ആറ്റംസ് ആയതുകൊണ്ട് 6ന് നമ്മൾ എന്താ കൊടുക്കുക? ഹെക്സ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇതിൻ്റെ പേരെന്താ? 3-ethyl hexane. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ അതിൻ്റെ 2 മാർക്സിനുള്ള വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.